എന്താ നോക്കുന്നേ? കൊറേ നേരമായല്ലോ. ഞാൻ ഇതാ നോക്കിക്കൊണ്ടിരുന്നേ. ഇതെന്തിനാ? ഇതെന്റെ സർട്ടിഫിക്കറ്റ് അല്ലേ? അതെ. ദേ ഇത് നോക്കി, ഇതില് കിരണിന്റെ അമ്മയുടെ പേരുണ്ട്. ഇതുപോരെ രാമചന്ദ്രൻ അങ്കിളുടെ അടുത്ത് കിരണിന്റെ അമ്മ ആരാണെന്ന് തെളിയിക്കാൻ? ഇത് മതി. ഇത് കാണിച്ചാ നമുക്ക് ആവശ്യമുള്ള തെളിവുകൾ അങ്കിള് തരും. ഇപ്പോഴാ മനസ്സിന് സമാധാനായത്. ഈ വീട്ടിലെ കിരണിന്റെ സ്ഥാനം ഉറപ്പിച്ച നമ്മുടെ ഒരു ലക്ഷ്യം പൂർത്തിയായി. ഇനി മേനോനെ കണ്ടുപിടിച്ച് എന്റെ അമ്മയ്ക്ക് എന്താ സംഭവിച്ചതെന്നും അമ്മ തെറ്റുകാരിയല്ല എന്നും തെളിയിച്ച അതിലപ്പുറം ഒരു സന്തോഷം എനിക്ക് കിട്ടാനില്ല കിരൺ. എല്ലാം നടക്കും. എല്ലാ ലക്ഷ്യങ്ങളും ഓരോന്നായി നമ്മൾ നേടും. എന്നേക്കുമായി തന്നെ സ്വന്തമാക്കുക എന്നതാ എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അത് നമ്മൾ ഒരുമിച്ച് തന്നെ നേടും ദുർഗേ. അല്ല, നീ വന്നോ? ഞാൻ കരുതി നാത്തൂന്റെ കൂടെ നീ അവിടെ ഇന്ന് നിൽക്കുമായിരിക്കുമെന്ന്. അമ്മ കളിയാക്കണ്ട. ഞാൻ അവിടെ നിൽക്കുന്നതില് നാത്തൂനും അശ്വതിക്ക് സന്തോഷമേ കാണൂ. കുറച്ചു കഴിഞ്ഞ് പോകാന്ന് അവര് പറഞ്ഞതുവാ. പിന്നെ ഇവിടെ നിങ്ങൾ തനിച്ചാവുന്ന കരുതിയാ ഞാനിങ്ങ് പോകുന്നത്. ആഹാ, അപ്പൊ നിനക്ക് ഞങ്ങളോട് സ്നേഹമൊക്കെ ഉണ്ടല്ലോ ഗിരിജെ. എന്നെ സ്നേഹം ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഒരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലാവും. പിന്നെ ആ ദുർഗയെ പോലെ മനസ്സിലൊന്ന് വെച്ച് പുറമെ സ്നേഹം കാണിക്കാനും അഭിനയിക്കാനൊന്നും എനിക്കറിയില്ല. തുടങ്ങിയോ ദുർഗയെ കുറ്റം പറയാൻ? നീ എന്തിനാ ഗിരിജ അവളെ ശത്രുവായി കാണുന്നത്? അതല്ലേ നിനക്ക് എന്ത് പറയുമ്പോഴും അവളെ കുറ്റം പറയാൻ തോന്നുന്നത്? ഓ, ഒരു പാവം എന്റെ അമ്മേ, അവള് പഠിച്ച കള്ളിയാ. എനിക്കുറപ്പാ അവൾക്ക് എന്തൊക്കെയോ വലിയ കള്ളത്തരങ്ങളുണ്ട്. അമ്മ മുഖം ചൊലിക്കണ്ട, ഞാൻ പറഞ്ഞ സത്യമാ. ഇന്ന് അവിടെ ഉണ്ടായതുമല്ല നിങ്ങൾ അറിഞ്ഞോ? എന്തിനെ കുറിച്ചാ നീ പറയുന്നത്? ഏട്ടന്റെ പുന്നാര മോളിലെ റൂമിൽ നിന്ന് ഇന്നും തോക്ക് കിട്ടി. തോക്കോ? അതെ, തോക്ക്. എന്താന്ന് വെച്ചാ തെളിച്ചു പറ ഗിരിജെ. ദുർഗക്ക് കളിത്തോക്ക് കിട്ടിയതാണോ നീ പറയുന്നേ? അത് കളിത്തോക്കാണോ അവള് കളിത്തോക്കാക്കിയതാണോന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. നിനക്ക് അങ്ങനെ പല സംശയങ്ങളും തോന്നും. അതെ, നിന്റെ ചിന്തയുടെ കുഴപ്പം. അങ്ങനെയൊന്നും അല്ല, എനിക്കുറപ്പാ ദുർഗയ്ക്ക് എന്തോ കള്ളത്തരമുണ്ട്. ഓ,